ദേശീയപാതാ നിർമ്മാണത്തിനിടെ കോഴിക്കോട് അഴിയൂരിന് സമീപം സംരക്ഷണ ഭിത്തി നെടുകെ പിളർന്നു എന്നതാണ്. ചോമ്പാലയിലാണ് ഈ സംഭവം. തകർന്ന സംരക്ഷണ ഭിത്തി മാറ്റി നിർമ്മിക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. അടിപ്പാതക്കും ചോമ്പാൽ ബ്ലോക്ക് ഓഫീസിനും സമീപം ദേശീയപാത അതോറിറ്റി നിർമ്മിച്ച ഭിത്തി നെടുകെ പിളർന്നിരിക്കുകയാണ്. സർവീസ് റോഡ് സമീപമുള്ള ഈ ഭിത്തി നെടുകെ പിളർന്നതോടുകൂടി തന്നെ ഇവിടുത്തെ ദേശീയപാത നിർമ്മാണം ആശങ്കയിലായിരിക്കുകയാണ്. ഇവിടെ മണ്ണിടൽ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഈ മണ്ണിടൽ പ്രവൃത്തി പൂർത്തിയാകുമ്പോൾ ഈ സംരക്ഷണ ഭിത്തി തന്നെ തകർന്നു വീഴാനുള്ള സാധ്യത ഏറെയാണ്. അടിയന്തരമായി ഈ കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി ഇടപെടണം. സമീർ സി മുഹമ്മദാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സമീർ, ഇത് നിലവിൽ എന്താണ് സ്ഥിതി? ഇത് ആശങ്കാജനകമായ ഒരു സാഹചര്യമാണോ? വാഹനങ്ങളൊക്കെ സമീപത്തൂടെ കടന്നു പോകുന്നുണ്ടല്ലോ സമീർ. ഉന്മേഷ്, വടകര തലശ്ശേരി ദേശീയപാതയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെയുള്ള സംരക്ഷണ ഭിത്തിയാണ് നെടുകെ പിളർന്നിരിക്കുന്നത്. ഈ ദേശീയപാതയുടെ ഭാഗമായിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തികൾ അവിടെ പുരോഗമിക്കുകയാണ്. അവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ദേശീയപാത. അതിനോട് ചേർന്നാണ് സർവീസ് റോഡ് ഉള്ളത്. ആ സർവീസിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയിലാണ് ഈ വിധത്തിലുള്ള വിള്ളൽ വീണിരിക്കുന്നത്. വലിയ ഒരു പിളർപ്പിൽ വലിയ രീതിയിൽ അത് പിളർന്നിരിക്കുന്നത്. അത് രണ്ടായി തന്നെ മാറിയിരിക്കുന്നു. ഇനി അത് മണ്ണിട്ട് നികത്തുക കൂടി ചെയ്യുന്ന ആ സമയം ആകുമ്പോഴേക്ക് അത് വലിയ അപകടത്തിലേക്ക് വഴിവെക്കും. പ്രത്യേകിച്ചും അത് മണ്ണിട്ട് നികത്തുമ്പോൾ അതിന്റെ വികാസം കൂടുകയും പിന്നീട് അത് താഴേക്ക് സർവീസ് റോഡിലേക്ക് പതിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് പ്രദേശവാസികൾ ആശങ്ക ഉന്നയിക്കുന്നത്. തൊട്ട് സമീപത്ത് കൂടി സർവീസ് റോഡിലൂടെ നിരന്തരം വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആളുകൾ നടക്കുന്നുമുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ ഈ പിളർപ്പ് ഇപ്പോൾ അതിനെ ഗൗരവത്തിൽ എടുത്തിട്ടില്ല എങ്കിൽ അത് വലിയ അപകടത്തിന് ഇടയാക്കും എന്നുള്ള ആശങ്കയാണ് പ്രദേശവാസികൾ പങ്കുവെക്കുന്നത്. ഇപ്പോൾ ആ ഭാഗം പൂർണ്ണമായി മാറ്റുകയാണെങ്കിൽ മാത്രമേ അത്തരമൊരു അപകട സാധ്യത ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. മണ്ണിട്ട് നികത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ദേശീയപാത അതോറിറ്റി അധികൃതരോ അതുപോലെ തന്നെ അതിൻ്റെ നിർമ്മാണ കമ്പനിയോ ആരും തന്നെ നാട്ടുകാരുടെ ഈ ഒരു ആശങ്ക മുഖവിലേക്ക് എടുത്തിട്ടില്ല. അവിടെ ഇപ്പോൾ മണ്ണിട്ട് നികത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മണ്ണിട്ട് നികത്തും തോറും അതിൻ്റെ ആശങ്ക വർദ്ധിക്കും. അത് പിളർന്ന് വലിയ രീതിയിൽ അത് താഴേക്ക് പതിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ വിധത്തിൽ തന്നെ തിരുവങ്ങൂരിൽ ഒരു അപകടം ഉണ്ടായത്. അവിടെ അതിൻ്റെ സ്ലാബ് ഉയർത്തുകയായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്നതിനിടെയാണ് ആ സ്ലാബ് താഴേക്ക് വീഴുകയും ആ സ്ലാബ് തകരുകയും ചെയ്തത്. ആ സമയത്ത് അവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ടും അവധി ദിവസത്തിലാണ് അപകടം ഉണ്ടായത് എന്നതുകൊണ്ടുമാണ് വലിയ രീതിയിലുള്ള അത്യാഹിതമൊന്നും തന്നെ ഉണ്ടാവാതിരുന്നത് എന്നുള്ളതാണ് ആശ്വാസം. പക്ഷേ ഇത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് വലിയ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഈ ഭാഗത്ത് അഴിയൂർ ഭാഗത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഈ സംരക്ഷണ ഭിത്തിയിൽ പിളർപ്പ് കാണാൻ ഇടയായിരിക്കുന്നത്. നാട്ടുകാർ ആശങ്ക പങ്കുവെക്കുന്നത്. ഉന്മേഷ്, ശരി. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് എന്ന വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.